മൊഡ്യൂൾ 6 ലെക്ചർ 4 ലെക്ചർ 4ൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ അതിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ വരുന്നത് നമുക്ക് ലാൻഡിന് ഡിപ്രീസിയേഷൻ വരില്ല. ഡിപ്രീസിയേഷൻ വരുന്നത് എപ്പോഴും ഒരു ബിൽഡിങ്ങിനായിരിക്കും. ബിൽഡിങ്ങിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂ ഡിക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ലാൻഡും ബിൽഡിങ്ങും തന്നാൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ബിൽഡിങ്ങിനായിരിക്കും. ലാൻഡിന് ഒരിക്കലും വാല്യൂ കുറയില്ല. ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറീസിനോ എന്ത് ചെയ്യുള്ളൂ, വാല്യൂ ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും, ഡിക്രീസ് ചെയ്യത്തുള്ളൂ ആസ് ദ ഏജ് ഇൻക്രീസസ്. ഡെഫിനേഷൻ നോക്കാം. ലോസ് ഇൻ ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഡ്യൂ ടു ഇറ്റ്സ് യൂസ്, ലൈഫ്, വിയർ ആൻഡ് ടിയർ, ഡീകേ ആൻഡ് ഒബ്സലൻസ്. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷൻ നോക്കാം. ഫസ്റ്റ് ടൈപ്പാണ് ഫിസിക്കൽ ഡിപ്രീസിയേഷൻ. Physical depreciation ആണ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ഫ്രം ഓപ്പറേഷൻ ഓർ ഡ്യൂ ടു ആക്ഷൻ ഓഫ് ടൈം ആൻഡ് എലമെൻറ്റ്സ്. ഏജ് കൂടുന്നതനുസരിച്ച് ബിൽഡിംഗ് കോമ്പോണൻസ് അതിനകത്ത് മെയിൻ്റനൻസ് വർക്ക് വേണ്ടി വരും. ഇപ്പോൾ പ്ലാസ്റ്ററിംഗ് ഒക്കെ ചിലപ്പോൾ കുറച്ച് വർഷം കഴിയുമ്പോൾ പ്ലാസ്റ്ററിംഗ് ഒക്കെ ഡാമേജ് ആയി ഇളകി വീഴും. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക്സ്, ഇലക്ട്രിക്കൽ ഫിക്സേഷൻസ് ഒക്കെ ഏജ് കൂടുന്നതനുസരിച്ച് അതെല്ലാം ഡാമേജ് ആവും. അപ്പോൾ ആസ് ഇയർ പ്രോസസ് ആ ബിൽഡിങ്ങിനകത്ത് കുറേ ഡാമേജസ് കുറയും. അതാണ് ഫിസിക്കൽ ഡിപ്രീസിയേഷൻ പറയുന്നത്. സെക്കൻഡ് പറയുന്നതാണ് ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ. നമ്മൾ ഏത് ഫങ്ഷന് വേണ്ടിയിട്ടാണോ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത് ആ ഫങ്ഷന് അത് സ്യൂട്ട് ചെയ്യുന്നില്ല. അതാണ് ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ ഡ്യൂ ടു ഇന്നാഡിക്വസി ഓർ ഡ്യൂ ടു ഒബ്സലസൻസ്. ഈ ഒബ്സലസൻസ് എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്സലസൻസ് എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളൊരു സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ആ സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഓരോ ക്ലാസ് റൂമിലും 30 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനാണ് സ്കൂൾ ബിൽഡിംഗ് ക്ലാസ് റൂം കൺസ്ട്രക്ട് ചെയ്തത്. പക്ഷേ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇൻടേക്ക് ഒരു ക്ലാസ് റൂമിലേക്ക് 40 സ്റ്റുഡൻസ് ആയി. അപ്പോഴെന്താണ്, ആ ബിൽഡിംഗ് ആ ഫങ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഒരു ബിൽഡിങ് അത് എന്തിനു വേണ്ടിയിട്ടാണോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആ ഫങ്ഷൻ അതിനെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒബ്സലസൻസ്. ഒബ്സലസൻസ് നമുക്ക് രണ്ട് ടൈപ്പ് പറയും. വൺ ഈസ് ഇന്റേണൽ, അനദർ ഈസ് എക്സ്റ്റേണൽ. ഈ ഇന്റേണലും എക്സ്റ്റേണലും എന്താണെന്ന് നോക്കാം. Internal obsolescence due to change in type of construction, change in utility, demand, etc. ഇപ്പോൾ പഴയ ബിൽഡിങ്സൊക്കെ 4 നില ബിൽഡിങ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ലിഫ്റ്റ് ഉണ്ടാകില്ല, അതേ കണക്ക് റാമ്പ് ഉണ്ടാകില്ല. അപ്പോൾ പ്രസന്റ് നീഡ്സ് ഒരു ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ 4th ഫ്ലോറിലേക്ക് ചെല്ലണമെങ്കിൽ ഈ സ്റ്റെയർ കേസ് വഴി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ ഇന്റേണൽ ഒബ്സലസൻസ് ആണ്. ഈ എക്സ്റ്റേണൽ ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ കൊണ്ടുള്ള ഡിഫിക്കൽട്ടീസ് ആണ്. ലൊക്കേഷൻ കൊണ്ട് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ വരും, പിന്നെ ഫാക്ടറീസിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഒബ്സലസൻസ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും ആസ് ദ ഏജ് പ്രോസസ്. അപ്പോൾ അത് കോസ് ചെയ്യുന്നത് ഫിസിക്കൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഡാമേജസ് കൊണ്ട് കോസ് ചെയ്യാം. ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഫങ്ഷൻ പെർഫോം ചെയ്യാനാണോ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത് ആ ഫങ്ഷൻ അത് പെർഫോം ചെയ്യുന്നില്ല. ഒബ്സലസൻസ് എന്ന് പറയുന്നതും ആ ഫങ്ഷൻ പെർഫോം ചെയ്യാത്തതിനാണ് ഒബ്സലസൻസ് എന്നും പറയുന്നത്. നമ്മൾ എന്ത് ഫങ്ഷന് വേണ്ടിയിട്ടാണോ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത് ആ ഫങ്ഷൻ ആ ബിൽഡിംഗ് കൊണ്ട് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുന്നില്ല. അതാണ് ഒബ്സലസൻസ്. ഈ അടുത്ത ടോപ്പിക്, മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. 4 മെത്തേഡ്സ് ഉള്ളത്. ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, സെക്കൻഡ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓർ ഡിക്ലൈനിങ് മെത്തേഡ്, തേർഡ് വൺ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആൻഡ് ലാസ്റ്റ് വൺ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്. ഇതിനകത്ത് ആദ്യത്തെ 3 ടൈപ്പിനും നമുക്ക് പ്രോബ്ലംസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് പ്രോബ്ലംസ് ചോദിക്കാറില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ് ആൻഡ് തേർഡ് വൺ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഇത് 3ഉമാണ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷനകത്ത് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്.
സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി അതൊരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് ആയിട്ട് എല്ലാ വർഷവും ഡിക്രീസ് ചെയ്ത് പോകും. അതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഞാൻ 20 lakh റുപ്പീസിന് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ആ ബിൽഡിങ്ങിന് എല്ലാ വർഷവും ഒരു 5,000 റുപ്പീസ് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, ഡിപ്രീസിയേഷൻ വരുവാണ്. ആ 5,000 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എല്ലാ വർഷവും 5,000 രൂപ വെച്ച് അതിൻ്റെ വാല്യൂ ഡിക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കും. അതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു D ഈസ് ഈക്വൽ ടു C മൈനസ് SC ബൈ N. എസ് സഫിക്സ് സി ആണ്. സി എന്ന് വെച്ചാൽ ഒറിജിനൽ കോസ്റ്റ്, SC സ്ക്രാപ്പ് വാല്യൂ ആൻഡ് N ലൈഫ് ഇൻ ഇയേഴ്സ്. ഈ N ക്യാപിറ്റൽ ആണ്, N ലൈഫ് ഇൻ ഇയേഴ്സ്. അപ്പോൾ ഓരോ വർഷവും ആ ബിൽഡിങ്ങിനുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് D ഈസ് ഈക്വൽ ടു C മൈനസ് SC ബൈ N. എന്നിട്ട് C എന്ന് വെച്ചാൽ ഒറിജിനൽ കോസ്റ്റ്, SC സ്ക്രാപ്പ് വാല്യൂ, N ലൈഫ് ഇൻ ഇയേഴ്സ്. ഇനി ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ N ഇയേഴ്സ്. ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു, എൻ്റെ കയ്യിൽ 20 lakh റുപ്പീസിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ C എന്ന് വെച്ചാൽ എന്തായിരുന്നു, 20 lakh റുപ്പീസ്. ഇനി സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരുന്നു, ലൈഫ്, അതിൻ്റെ ലൈഫ് കഴിയുമ്പോൾ എത്ര എമൗണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് കഴിയുമ്പോൾ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യും. ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് ആ ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസിൻ്റെ റീസെയിൽ നിന്ന് കിട്ടും. അതാണ് സ്ക്രാപ്പ് വാല്യൂ. N എന്ന് വെച്ചാൽ ലൈഫ് ഇൻ ഇയേഴ്സ്. അതിൻ്റെ ലൈഫ് പീരീഡ് എത്രയാണോ, ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് എത്ര വർഷമാണോ അതാണ് N. ഇനി ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ N ഇയേഴ്സ് കണ്ടുപിടിക്കാൻ D ഇൻറ്റു N. നമുക്ക് ഡിപ്രീസിയേഷൻ ഫോർ 5 years ആണെങ്കിൽ എൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ N ഇയേഴ്സ്, അതാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. നമ്മൾ ഡിപ്രീസിയേറ്റഡ് കിട്ടിയതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ 5 വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ N 5 കൊടുക്കുക. ഇവിടെ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലൈഫാണ്, ആ ബിൽഡിങ്ങിൻ്റെ ലൈഫാണ് ഈ N എന്ന് പറയുന്നത്. ഈ N എന്ന് വെച്ചാൽ നമുക്ക് എത്ര വർഷത്തെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതാണ് ഈ ക്യാപിറ്റൽ N. ഇനി ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആഫ്റ്റർ N ഇയേഴ്സ്. ഇനി ആ ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് കുറച്ച് വർഷം കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂ എത്ര ആണ്, അതാണ് ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ പർച്ചേസ്ഡ് എ പ്രോപ്പർട്ടി ഫോർ 20 lakh rupees. Assuming that net scrap value after 30 years will be 2 lakh. Determine the amount of depreciation each year considering it to be uniform. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ എന്താണ്, യൂണിഫോം ആണ്. എല്ലാ വർഷവും ഒരേ എമൗണ്ട് തന്നെയാണ് ഡിപ്രീസിയേറ്റഡ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, ആനുവൽ ഡിപ്രീസിയേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ആനുവൽ ഡിപ്രീസിയേഷനകത്താണ് കോൺസ്റ്റന്റ് ഡിപ്രീസിയേഷൻ നമ്മൾ പറയുന്നത്. ആനുവൽ ഡിപ്രീസിയേഷൻ ഇതണ്ടേ, കോൺസ്റ്റന്റ് എമൗണ്ട് എവറി ഇയർ. പ്രോപ്പർട്ടിക്ക് ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ആയിരിക്കും. ലോസ് വാല്യൂ ബൈ എ കോൺസ്റ്റന്റ് എമൗണ്ട് എവറി ഇയർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡിപ്രീസിയേഷൻ യൂണിഫോം എന്നാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ യൂണിഫോം ആകുമ്പോൾ നമുക്ക് ഏത് മെത്തേഡായിരുന്നു എടുക്കേണ്ടത്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ D is equal to C into SC by N. C എന്ന് വെച്ചാൽ ഒറിജിനൽ കോസ്റ്റ്, SC എന്ന് വെച്ചാൽ സ്ക്രാപ്പ് വാല്യൂ, N എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ്. നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷനിൽ. D into C into SC by N. C എന്ന് വെച്ചാൽ ഒറിജിനൽ കോസ്റ്റ് 20 lakhs. SC സ്ക്രാപ്പ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ എത്രയാ, 30 years. ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് 30 years. എന്ന് വെച്ചാൽ ലൈഫാണ് 30. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 60,000 റുപ്പീസ് ആണ് ഓരോ വർഷവും ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഓരോ വർഷം കഴിയും തോറും 60,000 റുപ്പീസ് വെച്ച് ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 30 വർഷം കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിന് എത്ര രൂപയായിരിക്കും കിട്ടുന്നത്, 2 lakh rupees. ലാസ്റ്റ് ഇയർ ആകുമ്പോൾ അതിന് സ്ക്രാപ്പ് വാല്യൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
The total cost of machinery, including the installation charges in a factory, is 1,20,000. Calculate depreciated cost of the above after 15 years. Scrap value is rupees 8,000 and lifespan 40 years. Lifespan 40 years. ഇതും സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. അത് ആ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഏത് മെത്തേഡിൽ ചെയ്യണമെന്ന് ക്വസ്റ്റ്യനകത്ത് തരും. ഈ ക്വസ്റ്റ്യനകത്ത് അത് കൊടുത്തിട്ടില്ല. അത് ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ താഴെ വരുന്നതുകൊണ്ടാണ് അത് കൊടുക്കാഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ ഒരു മെഷീനറിയെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജസ് എന്നുവെച്ചാൽ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ഇൻസ്റ്റലേഷൻ ചാർജസ് 1,20,000. ഇനി ഇതിൻ്റെ 15 years കഴിഞ്ഞിട്ടുള്ള ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആഫ്റ്റർ 15 years. ഇപ്പോൾ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട് 80,000 rupees. ലൈഫ് സ്പാൻ 40 years. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആനുവൽ ഡിപ്രീസിയേഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആനുവൽ ഡിപ്രീസിയേഷനകത്ത് സിയുടെ വാല്യൂ, സി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ടോട്ടൽ കോസ്റ്റ് ആയിരുന്നു. ടോട്ടൽ കോസ്റ്റ് 1,20,000. എസ് സി എന്ന് വെച്ചാൽ സ്ക്രാപ്പ് വാല്യൂ, എൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈഫ് 40 years. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആനുവൽ ഡിപ്രീസിയേഷൻ കിട്ടും. ആനുവൽ ഡിപ്രീസിയേഷൻ 2,800 rupees per year. അപ്പോൾ ഈ മെഷീന് ഓരോ വർഷവും 2,800 രൂപയാണ് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ആഫ്റ്റർ 15 years ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആനുവൽ ഡിപ്രീസിയേഷൻ 2,800 rupees ആണ്. അപ്പോൾ 15 years കഴിയുമ്പോൾ എത്ര രൂപ ഇതിന് ഡിക്രീസ് ആവും? 15 years കഴിയുമ്പോൾ ഇതിന് ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 15 into 2,800 ഡിപ്രീസിയേഷൻ ഫോർ 15 years. അപ്പോൾ 15 years കഴിയുമ്പോൾ ഡിപ്രീസിയേഷൻ 42,000 rupees ആവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വരത്തുള്ളൂ ആഫ്റ്റർ 15 years? ഈ മെഷീനിൻ്റെ വാല്യൂ ആഫ്റ്റർ 15 years എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഈ ഡിപ്രീസിയേറ്റഡ് വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുക. ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേറ്റഡ് വാല്യൂ, ഇതായിരുന്നു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിൽ നിന്ന് 15 വർഷത്തിന് ശേഷമുള്ള ഡിപ്രീസിയേറ്റഡ് വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആഫ്റ്റർ 15 years നമുക്ക് കിട്ടും. സോ ഇതായിരുന്നു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഓരോ വർഷം കഴിയുന്തോറും എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ഒരു മെഷീനറിക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ആ കുറയുന്ന എമൗണ്ട് 2,800 rupees ആണ്. ഓരോ വർഷം കഴിയുന്തോറും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആയിരുന്നു സി മൈനസ് എസ് സി ബൈ എൻ. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആനുവൽ ഡിപ്രീസിയേഷൻ, ഓരോ വർഷവും കുറയുന്ന വാല്യൂ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വർഷത്തിന് ശേഷമുള്ള ഡിപ്രീസിയേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാൻ ഇൻറ്റു 15 ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? 15 years കഴിയുമ്പോൾ ടോട്ടൽ ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആണ് 42,000 rupees. ഇനി അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, നമ്മുടെ മെഷീനറിയുടെ പ്രസൻറ്റ് വാല്യൂ, ഇപ്പോൾ അതിന് കിട്ടുന്ന വിലയെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ വാല്യൂ മൈനസ് ഡിപ്രീസിയേറ്റഡ് വാല്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള അതിൻ്റെ വാല്യൂ കിട്ടും. അതായിരുന്നു നമ്മുടെ ഇക്വേഷനകത്തെല്ലാം എഴുതിയിരുന്നത്. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ n years, ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആഫ്റ്റർ n years. സെക്കൻഡ് മെത്തേഡ് ആണ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ആണ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഈ മെത്തേഡിൽ ഒരു സർട്ടൺ പെർസെൻറ്റേജ് എമൗണ്ട് ആയിരിക്കും ഡിക്രീസ് ചെയ്യുന്നത്. ഒരു പെർസെൻറ്റേജ് എമൗണ്ട് ആണ് ഡിക്രീസ് ചെയ്യുന്നത്. ആ പെർസെൻറ്റേജ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് P is equal to 1 minus SC by C raised to 1 by N. അപ്പോൾ ഈ P എന്ന് പറഞ്ഞത് ഒരു പെർസെൻറ്റേജ് ആണ്. ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും എല്ലാ വർഷവും ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് റെഡ്യൂസ് ആകുന്നത്. അതിനകത്ത് SC എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ, C ഒറിജിനൽ കോസ്റ്റ്, സ്മോൾ n എന്ന് വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൈഫാണ് സ്മോൾ n. ഇനി ഈ വാല്യൂസ്, ഈ പിയുടെ വാല്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ കിട്ടും. C minus 1 minus P the whole power n.
ഇവിടെ ഈ n എന്ന് വെച്ചാൽ നമുക്ക് എത്ര വർഷത്തിന് ശേഷമുള്ള ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആണോ വേണ്ടത്, അതാണ് ഈ n അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി ഈ സ്മോൾ n എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ലൈഫാണ് സ്മോൾ n. ഇത് തിരിഞ്ഞു പോകരുത്. ഈ n എന്ന് വെച്ചാൽ നമുക്ക് എത്ര വർഷത്തിന് ശേഷമുള്ള ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതാണ് ഈ n. അപ്പോൾ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. ഞാൻ ഒന്നും കൂടി പറയാം. ഈ മെത്തേഡ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡിൽ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ആയിരിക്കും റെഡ്യൂസ് ആകുന്നത്. കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് എമൗണ്ട് ആണ് ഈ മെത്തേഡിൽ റെഡ്യൂസ് ആകുന്നത്. ഫസ്റ്റ് മെത്തേഡിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആയിരുന്നു റെഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആയിരുന്നു P is equal to 1 minus SC by C raised to 1 by n. SC എന്ന് വെച്ചാൽ സ്ക്രാപ്പ് വാല്യൂ, സ്മോൾ n എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ലൈഫ്, ക്യാപിറ്റൽ C എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ്. ഇനി ഈ പിയുടെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി C ഒറിജിനൽ കോസ്റ്റ് 1 മൈനസ് P ദ ഹോൾ പവർ n. ഇവിടെ n എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമുക്ക് എത്ര വർഷത്തിന് ശേഷമുള്ള ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആണ് വേണ്ടത്, അതാണ് നമ്മുടെ ക്യാപിറ്റൽ n. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രസന്റ് വാല്യൂ ഓഫ് എ മെഷീൻ ഈസ് ₹20,000. Work out the depreciation cost at the end of 5 years by constant percentage method if the scrap value is 2,000 and assume the life of the machine be 16 years. അപ്പോൾ മെഷീൻ്റെ ലൈഫ് പറയുന്നത് 16 years ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? 5 ഇയറിലുള്ള അതിൻ്റെ ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആണ്. ഡിപ്രീസിയേഷൻ കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് 5 years. അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? P is equal to 1 minus SC by C raised to 1 by n. ഇവിടെ n എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഈ n എന്തായിരുന്നു? നമുക്ക് അതിൻ്റെ ലൈഫാണ് 1 by n എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 by n എന്ന് പറയുമ്പോൾ 16. 1 by 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിക്ക് 0.134 കിട്ടി. ഇനി നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V is equal to C into 1 minus P the whole power n. ഇവിടെ n എന്ന് വെച്ചാൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ്, അതാണ് n. ഇവിടെ എത്ര 5 years കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് n is equal to 5. അപ്പോൾ C കോസ്റ്റ് ഒറിജിനൽ പ്രോപ്പർട്ടിയുടെ cost 1 minus P raised to 5 and rupees 9,741.36 ആണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ആഫ്റ്റർ 5 years. ഒറിജിനൽ എത്രയായിരുന്നു വന്നിരുന്നത്? 20,000 ആയിരുന്നു. 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഇത്രയുമേ ഉണ്ടാകത്തുള്ളൂ, 9,741.36 rupees. നെക്സ്റ്റ് മെത്തേഡ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡിനകത്ത് ഡിപ്രീസിയേഷൻ ഈസ് അസ്യൂം ടു ബി ആനുവൽ സിങ്കിങ് ഫണ്ട് പ്ലസ് ദ ഇൻട്രസ്റ്റ് ഓഫ് അക്യുമുലേറ്റഡ് സിങ്കിങ് ഫണ്ട് ടിൽ ദാറ്റ് ഇയർ. ടിൽ ദാറ്റ് ഇയർ നമുക്ക് ഏത് വർഷത്തെയാണോ വേണ്ടത് അതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ കോസ്റ്റ് C ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് എല്ലാ വർഷവും ആനുവൽ സിങ്കിങ് ഫണ്ടായിട്ട് കീപ്പ് ചെയ്യും. എന്തിനാണ് കീപ്പ് ചെയ്യുന്നത്? ആ എമൗണ്ട് ലൈഫ് കഴിയുമ്പോൾ ഒറിജിനൽ കോസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. സിങ്കിങ് ഫണ്ട് എന്തിനാണ് കീപ്പ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എല്ലാ വർഷവും കീപ്പ് ചെയ്യും സച്ച് ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ആ പ്രോപ്പർട്ടിയുടെ ലൈഫ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് കിട്ടുന്ന രീതിയിൽ കുറച്ച് എമൗണ്ട് സേവ് ചെയ്യും. അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ മെത്തേഡ് definition എന്തായിരുന്നു? In this method, depreciation assumed to be annual sinking fund plus interest accumulated sinking fund till that year. Interest accumulated. അപ്പോൾ ഡിപ്രീസിയേഷൻ പറയുന്നത് സിങ്കിങ് ഫണ്ട് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞാൻ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ആണ് എല്ലാ വർഷവും സിങ്കിങ് ഫണ്ട് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. C എന്ന് പറയുന്നതാണ് ഒറിജിനൽ കോസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്താണ്? എന്ന് പറഞ്ഞ എമൗണ്ട് ആണ്.
അപ്പോൾ നമ്മുടെ സിങ്കിങ് ഫണ്ട് മെത്തേഡ് അനുസരിച്ച് സി മൈനസ് എ ആയിരിക്കും ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ്. ഇനി സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? സെക്കൻഡ് ഇയറിൽ വീണ്ടും ഞാൻ എ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്കിൽ എന്തുണ്ട്? ഈ എ അതേ കണക്ക് തന്നെ ഉണ്ട്. പിന്നെ ഈ എ എന്ന് പറഞ്ഞ എമൗണ്ടിന് എന്തും കിട്ടും? ഒരു ഇൻട്രസ്റ്റ് വാല്യൂവും കിട്ടും. അപ്പം എന്തായിരിക്കും സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ കോസ്റ്റ്, ഈ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഈ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ വർഷമാകുമ്പോൾ എന്ത് ചെയ്യും? ഇത്രയും എമൗണ്ട് നമ്മുടെ ബാങ്കിലുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് സി ആയിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും? എ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ആനുവൽ സിങ്കിങ് ഫണ്ടായിട്ട് തേർഡ് ഇയറിലും ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഈ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ആ ഇക്വേഷൻ ആണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ് വൈ പെർസെൻറ്റേജ്. എക്സും വൈയും എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ് വൈ പെർസെൻറ്റേജ്. ഈ ഇക്വേഷൻ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടും. ഇനി ഓരോന്നായിട്ട് സബ്സ്ട്രാക്ട് ചെയ്ത് ഓരോ വർഷത്തെ എടുക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ആനുവൽ സിങ്കിങ് ഫണ്ട് ടു ബി പ്രൊവൈഡഡ് ഫോർ ₹1 in n years. അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ ആണിത്. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ പവർ n മൈനസ് 1. n എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ലൈഫാണ് n എന്ന് പറയുന്നത്. ഇനി അടുത്ത y എന്ന് വെച്ചാൽ an amount of ₹1 per annum in n years. amount of ₹1 per annum in n years. ഇനി y-യുടെ ഇക്വേഷൻ 1 പ്ലസ് ഐ ദ ഹോൾ പവർ n മൈനസ് 1 ഡിവൈഡഡ് ബൈ ഐ. ഇവിടെ n എന്ന് വെച്ചാൽ നമുക്ക് എത്ര വർഷത്തിന് ശേഷമുള്ള ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതാണ് ക്യാപിറ്റൽ എൻ. എത്ര വർഷത്തിന് ശേഷമുള്ള ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതാണ് ക്യാപിറ്റൽ എൻ ആയിട്ട് കൊടുക്കുന്നത്. ഒരു പ്രോബ്ലം ചെയ്യാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, മെയ് 2019, ബിടെക്കിൻ്റെ ആണ്. The cost of construction of a new building according to present market rate is ₹8,000, having a life of 70 years. But if the building is 15 years old, determine the depreciation amount which should be deducted from the cost of the new building at 6% compound interest. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുക. ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ബിൽഡിംഗ് ടു പ്രസന്റ് മാർക്കറ്റ് റേറ്റ് ഈസ് 80,000, ഹാവിങ് എ ലൈഫ് ഓഫ് 70 years. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് 80,000 rupees ആണ്. അതിൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ 70 years ആണ്. ഇനി ഇഫ് ദ ബിൽഡിംഗ് ഈസ് 15 years old, ഇപ്പോൾ ബിൽഡിങ്ങിന് 15 വർഷം പഴക്കമായി. ഡിറ്റർമൈൻ ദ ഡിപ്രീസിയേറ്റഡ് എമൗണ്ട്. അപ്പോൾ 15 yearsന് ശേഷമുള്ള ഡിപ്രീസിയേറ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്രം ദ കോസ്റ്റ് ഓഫ് ന്യൂ ബിൽഡിംഗ് അറ്റ് 6% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഐയുടെ ക്വാണ്ടിറ്റി പറയാൻ വിട്ടുപോയിരുന്നു. ഐ എന്ന് വെച്ചാൽ the rate of interest expressed in decimal at which sinking fund amount is required to be invested. നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് സ്മോൾ ഐ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ അറ്റ് വിച്ച് സിങ്കിങ് ഫണ്ട് എമൗണ്ട് ഈസ് റിക്വയർഡ് ടു ബി ഇൻവെസ്റ്റഡ്. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. പ്രോബ്ലത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 6% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. at 6% compound interest. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സി ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. അപ്പോൾ സിയുടെ വാല്യൂ ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട് 80,000. ഇനി എക്സും വൈയും കണ്ടുപിടിക്കാൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ പവർ n മൈനസ് 1. ഐ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്.
ഇൻട്രസ്റ്റ് റേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0.001 വന്നു, വൈയുടെ വാല്യൂ 23.28 വന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ rupees 1862.07. അപ്പോൾ 15 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആണ് 1862.07. ഡിപ്രീസിയേഷൻ്റെ ഫോർത്ത് വൺ ആയിരുന്നു ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്. ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിലെ ഓരോ ഭാഗങ്ങളുടെയും ഡിറ്റീരിയറേഷൻ ഇൻ ഡീറ്റെയിൽ പഠിക്കുകയാണ്. Properties studied in detail and extent of physical deterioration worked out in order to calculate depreciation. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക്സിനകത്ത് എന്തോരം ഡാമേജസ് ഉണ്ടായി, അതിൻ്റെ വുഡൻ വർക്ക്സിനകത്ത് എന്തോരം ഡാമേജ് ഉണ്ടായി, അങ്ങനെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വർക്ക് എടുക്കുന്നതാണ് ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്. ക്വാണ്ടിറ്റി സർവേ മെത്തേഡിൽ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കില്ല. പ്രോബ്ലംസ് ചോദിക്കുന്നത് ബാക്കി 3 മെത്തേഡിൽ നിന്നാണ്. 1 second. 3 മെത്തേഡാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഈ 3 മെത്തേഡും ആണ് ഇമ്പോർട്ടൻറ്റ്. ഈ 3 മെത്തേഡിൽ നിന്നുമാണ് പ്രോബ്ലംസ് ചോദിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് പെർസെൻറ്റ് എന്ന് വെച്ചാൽ ഒരു പെർസെൻറ്റേജ് എമൗണ്ട്, ഒരു സർട്ടൺ പെർസെൻറ്റേജ് ആയിരിക്കും എല്ലാ വർഷവും ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ സിങ്കിങ് ഫണ്ടും സിങ്കിങ് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുമാണ് ഡിപ്രീസിയേഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3ഉമാണ് ഡിപ്രീസിയേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്.